ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിന്ന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ 9 മണിക്കാണ് ക്ലാസ്. ഇപ്പോൾ സമയം 9:30 അപ്പോൾ 9 മണിക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇനി 10 മണിക്കെങ്കിലും 10:15 നമുക്ക് കയറണം കേട്ടോ. അപ്പം ഇന്ന് സൺഡേയും കൂടിയാണ്, അപ്പം വണ്ടി കിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയ പാലം പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് ബസ് കയറാൻ പോകാമെന്ന്. പിന്നെ എനിക്ക് ഒന്ന് മൃഗാശുപത്രി വരെ പോകണം. നമ്മുടെ അഞ്ജുവിൻ്റെ പട്ടിയുടെ കുട്ടാപ്പൂവിൻ്റെ മെഡിസിൻ്റെ കാര്യം ഒന്ന് ചെയ്യണം. അപ്പോൾ കുറേ ഫുഡ് എടുത്ത് വെച്ചു, വെള്ളം എടുത്ത് വെച്ചു, അങ്ങനെ ഒരു ഓട്ടമായിരുന്നു. രാവിലെ പാല് മേടിക്കാൻ പോയ തൊട്ട് ലാഗിങ് ആണ്. പാലാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടാവും. ഒരു പാൽക്കാരനെങ്കിലും വന്നില്ല. അവിടെ ഇരുന്നു. അമ്മ ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ്. രാവിലെ 6:15 പോയതാണ്. എത്തിയത് ഞാൻ 7 മണി കഴിഞ്ഞു എത്തിയപ്പോൾ. പാല് വന്നപ്പോൾ 7 മണി കഴിഞ്ഞു. അതുവരെ ഞാൻ അവിടെ പോസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ അവിടെ നിന്ന് അല്ലറ ചില്ലറ, പിന്നെ അവിടെ ഇരുന്നു പഴം പുഴുങ്ങി കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മൃഗാശുപത്രി തുറന്നിട്ടുണ്ടെങ്കിൽ മൃഗാശുപത്രി കയറിയിട്ട് 10:15 നമുക്ക് എത്താമെന്നാണ് ഇപ്പോൾ ഒരു ഇത്. അപ്പോൾ ഓക്കെ, ചെരുപ്പിടാണ് ഗൈസ്. നമ്മൾ സൺസ്ക്രീനൊക്കെ എന്ന് വെച്ചാൽ തൃശ്ശൂർ നല്ല വെയിലാണ്. അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്, സൺസ്ക്രീനൊക്കെ വാരി തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണാടയിൽ ഇത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കണ്ണാടയിൽ നോക്കുമ്പോഴല്ലോ പൊട്ടി അടിച്ച പോലെ. അങ്ങനെ ഞാൻ കുറേ മാറ്റി കളഞ്ഞു ഗൈസ്. അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ചോപ്പ കൊണ്ടുപോകണില്ല, നീല കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് പോകാം. ഞാൻ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ കാണിച്ചുതരാം. ഈ ചെടികൾ രാവിലെ മാത്രം വിരിഞ്ഞ് നിൽക്കട്ടോ. അപ്പം ഞാൻ രാവിലെ എന്തായാലും മിക്കവാറും ഞാൻ കാണാറുണ്ടായില്ല. വൈകിട്ട് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ചുങ്ങിയിരിക്കണം കാണാം. അപ്പം രാവിലെ ഇന്നാണ് എനിക്കൊന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ. പോവാ പിന്നെ ചേച്ചിയോ? ഓക്കെ, മൃഗാശുപത്രിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചോദിച്ചു. അപ്പം എന്തായാലും ഇങ്ങോട്ട് വരേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വെക്കുന്നിടത്ത് വണ്ടി വെക്കാൻ പറ്റില്ല. ഇവിടെ നിറച്ച് വണ്ടികളായിരുന്നു. അത് തന്നെ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഉള്ള ക്രീം മൊത്തം തേച്ചിട്ട് കണ്ണൊക്കെ എന്തോ പോലെ തേക്കാത്തൊക്കെ തേച്ചിട്ടേ പിന്നെ കൂടെ കൺമക്ഷി ചെയ്തിട്ട് പിന്നെ കാറ്റടിക്കുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. ഇനി നമുക്ക് ബസ് വരുന്നത് നോക്കി നിൽക്കാം. ലിമിറ്റഡ് ബസ് പോയി. ബസ് ഇറങ്ങി ഇനി കുറച്ച് നടക്കണം. ഇത്ര നേരം ബസ്സിൽ വന്നു. ഇനി 10 മിനിറ്റ് നമുക്ക് നടക്കാം. സമയം ഇപ്പോൾ 10:30 ആയി. കറക്റ്റ് 10:30 കേട്ടോ. നമ്മളെ കയറ്റോ ഇല്ലെന്ന് അറിയില്ല. ഇനി അടുത്ത ആഴ്ച തൊട്ട് വേണം നേരത്തെ വരാൻ. ഇപ്പോൾ ചോറിന ടൈം ആവും. അപ്പോൾ നമുക്ക് വേഗം പോകാം കേട്ടോ. ഇന്ന് വെയിലൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. ഇന്ന് വെയിലേ ഇല്ല. എന്താണാവോ, വെയിലില്ല ഇന്ന്. കുട എടുക്കേണ്ട ആവശ്യം ഇന്ന് ഇല്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നു ഗായ്സ്. ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. അപ്പോൾ ഗായ്സ്, നമ്മൾ ക്ലാസ്സിലെത്തി. ഇന്ന് ഫാനാണ്. ഇന്ന് ചൂടൊന്നുമില്ല. എന്താ പറയുക, ഇന്ന് ചൂടൊന്നുമില്ല. ഇന്ന് ഭയങ്കര എന്താ പറയുക, ചൂടുമില്ല, അധികം ചൂടുമില്ല. അപ്പോൾ മഴ പെയ്യും ഇപ്പം ചോദിച്ചാൽ മഴ പെയ്യില്ല. അങ്ങനെയായിരുന്നു കാലാവസ്ഥയായിരുന്നു നമ്മൾ നടന്നു വന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി സാധാരണ എന്തോ എക്സാമാണ് തോന്നുന്നു ഇവിടെ. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കിടക്കാം. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നില്ല, എന്നാൽ വെയിലുണ്ടായില്ല എന്ന് വെച്ചാൽ ഉണ്ട്, അങ്ങനെയായിരുന്നു. എന്നാലും നമുക്ക് വെള്ളം ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ദാഹമൊക്കെ കുടിച്ച് നമ്മുടെ സാറിന് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ സാറ് വരണ കണ്ടു കഴിഞ്ഞാൽ ഫോൺ അപ്പുറത്ത് മാറ്റണം. പിന്നെ ഞാൻ എൻ്റെ ബുക്സൊക്കെ എടുത്ത് വെച്ചു. പെണ്ണിരുന്ന് തിരയായിരുന്നു കേട്ടോ കാണാണ്ട്. അങ്ങനെ എനിക്ക് ലാസ്റ്റ് പെണ്ണ് കിട്ടി. അപ്പോൾ എൻ്റെ ഇവിടെ ആണെങ്കിൽ ഞാനിരിക്കുന്ന ലാബിലാണെങ്കിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒരാളോട് പോലും വർത്താനം പറയാനില്ല. എൻ്റെ സാർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇനി വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. എക്സാം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അവിടെയാണോ ലാബിലാണോ എന്ന് അറിയില്ല. 2 ലാബാണ്, 3 ലാബാണ്. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല.
എക്സാമിന് ഞാൻ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആയിരിക്കാൻ തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതുമ്പോൾ ചോദിച്ചു. ഇതുവരെ സാറ് വന്നിട്ടില്ല. നമുക്കിന്ന് പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ക്ലാസ് റൂം എൻ്റെ ലാബിലാണ്. ബാക്കിയുള്ള ലാബും അതൊക്കെ അപ്പുറത്താണ്. അപ്പുറത്തൊന്നും പെർമിഷൻ ഇല്ല പോകാനായിട്ട്. നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ തന്നെ ഇരിക്കണം. ഞാനിവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഒരു ഫ്രണ്ട്സ് ഇല്ല. ഓരോരു വർത്താനം കൂടി പറയാൻ ആരും ഇല്ലല്ലോ. ഒരു വർത്തമാനം പറയാൻ പോലും ആരും ഇല്ലാട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇതിന് എൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. ബിക്കോസ് ഈ രണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. നല്ല സൗണ്ടാണ്. അപ്പം ഞാനിപ്പോൾ വെറുതെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഓക്കെ, ആരും വരുന്നില്ലല്ലോ. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ എടുക്കണമെന്ന് പറഞ്ഞു. അതിന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. പക്ഷേ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അവരും ഇട്ടിട്ടില്ല. കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടോപ്പിക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ അങ്ങനെ ബുക്ക് മടക്കി വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. കുറേ പോയിൻറ്റ്സാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. വേഗം തീർക്കണം. കോഴ്സ് വേഗം തീർത്തിട്ട് വേഗം ഞായറാഴ്ചയ്ക്ക് നമുക്ക് വേറെ വേറെ പരിപാടികളുള്ളതാണ്. എക്സാം ബാച്ച് ഉള്ള കാരണം എത്ര എക്സാം എന്ന് അറിഞ്ഞൂട. കുറേ പേര് വന്ന് പോകുന്നുണ്ട്, കുറേ പേര് പോയിട്ട്. ഞാൻ വരുമ്പോൾ തന്നെ കുറേ പേര് പോകുന്നുണ്ടായി. ഇനി സൗണ്ടൊക്കെ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട. ക്ലിയർ ആണോ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാറൊക്കെ വന്നു. അപ്പോഴേക്കല്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 1 മണിയായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇനി ഇരിക്കേണ്ട കാരണം എക്സാം ആയതുകൊണ്ട് നമുക്കൊന്ന് ഉച്ചയ്ക്ക് ഇറങ്ങണം. ചോറൊക്കെ കൊണ്ടുവരണം. ചോറൊക്കെ കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്താവില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ നേരെ വീട്ടിലേക്ക് പോകണം. അത്ര വീട്ടിലേക്ക് പോകാം. എനിക്കാണെങ്കിൽ അധികം വോയിസിൽ പറയാൻ പറ്റില്ല. അവിടെ ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ്. അപ്പോൾ സൈലൻ്റ് ഏരിയ ആയ കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലോണം ഒച്ചയേക്കും. അപ്പോൾ പിന്നെ ഞാനത് ഒഴിവാക്കിയതാണ്. പിന്നെ കറണ്ടൊക്കെ പോയി. പിന്നെ നേരെ നടക്കണം. ഞാൻ വിചാരിക്കുന്നു മെല്ലെ നടക്കാമെന്ന്. അതാവുമ്പോൾ ഞാനിപ്പം വെയിലൊക്കെ കുറവാണ്. എന്നാലും ചൂടുണ്ട്, നല്ലോണം ചൂടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നടന്നു പോണ വഴിക്ക് മറ്റേ കൊഴുവാർത്ത ഉണ്ടല്ലോ, അത് വാങ്ങാം. നമ്മളവിടെ ആയാലും കിട്ടും. പക്ഷെ എന്തോ ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്തായാലും നടക്കാമെന്ന് വെച്ചു. വെയിൽ അത്രയും കണ്ടില്ല. ഞാൻ കാണിച്ചു തരാം വെയിൽ അത്രയും. ഒരു മഴ വരുന്നില്ല എന്ന് പറഞ്ഞൊരു ഇതാണ് കാണുന്നത്. അത് കാരണം ഞാൻ വിചാരിച്ചു നടക്കാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ പിടിച്ചതിൻ്റെ കാര്യം നമുക്കിങ്ങനെ മറ വെച്ചാണെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ച് പോവാം. അല്ലെങ്കിൽ ആൾക്കാർ ജന്തുവ വിളിക്കുമ്പോൾ വട്ടാണോ എന്ന് ചോദിക്കും. അത് കാരണം വേണ്ടാന്നിരിക്കും. പിന്നെ നല്ല എന്താ പറയുക, നല്ല കാറ്റുണ്ട് കേട്ടോ. മഴക്കാരിൻ്റെ മാത്രം ഇതല്ല, നല്ല കാറ്റുണ്ട്. അത് കാരണം നമുക്കൊട്ടും വയ്യാണ്ടാവില്ല. ഒട്ടും ഞാനാണെങ്കിൽ സകലമായും വിയർക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, ഞാനാണെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ കടയിൽ പോയി വന്നാൽ തന്നെ ഞാൻ അപ്പം കുളിക്കും. അത് കഴിഞ്ഞ് വന്ന് കുളിക്കും. രാത്രി 2-3 വട്ടം കുളിക്കും. അങ്ങനെയാണ്. അപ്പം ഇവിടെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ റൗണ്ടിലേക്ക് എത്താനൊരു 10-15 മിനിറ്റ് ഒന്നും വേണ്ട. നമ്മൾ അവിടെ നിന്ന് 15 മിനിറ്റ് മതി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് റൗണ്ട് എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. റൗണ്ടിൽ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കുറേ സാധനം പിന്നെ തൊഴിൽ വാർത്ത മേടിക്കാനായില്ല. അത് ഇപ്പോഴത്തെ റൂട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ മേടിക്കാനായിട്ട് നല്ല ആവേശമായിരുന്നു. അവിടുന്ന് ഇവിടെ ബസ്സൊക്കെ വരണുണ്ടപ്പോൾ എനിക്കൊരു ബസ്സിന് പോകാനൊരു ആഗ്രഹമൊക്കെ തോന്നി. പിന്നെ അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഇരിക്കണുണ്ടപ്പോൾ അറിയാണ്ട് എങ്ങനെയോ ഇവിടെ ഈ ശക്തൻ്റെ വളവിലെത്തിയിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ നടന്നു പോയി, അറിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഈ തള്ളത്ത് ശക്തൻ്റെ എത്താറായപ്പോൾ അറിഞ്ഞത് കേട്ടോ. ഇത്രയും നേരം വരെ നടന്നു. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അധികം തിരക്കൊന്നുമില്ല. ഇതൊക്കെ പക്ഷെ ഞായറാഴ്ചയാണല്ലോ.
നല്ല പാട്ടുള്ള ബസ്സിൽ ഇനി 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 ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടെ എത്തിയിട്ടോ, ഇവിടെ എത്തിയിട്ട് ഇനി പാട്ടുള്ള ബസ്സിൽ കയറണം. അത് നിർബന്ധമാണ്, പാട്ടുള്ള ബസ്സിൽ കയറണം. നല്ല പാട്ട് വയ്ക്കണ ബസ്സിൽ കയറണം. അങ്ങനെ ഗായ്സ് ഞാൻ ഒരു ബസ്സിൽ കയറി. അതിൽ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാട്ടുള്ള ബസ്സിലേ കയറാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റൊക്കെ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. 2-3 ബസ്സൊക്കെ എൻ്റെ മുന്നിൽ കൂടെ പോയി. ഞാൻ അതിലൊന്നും കയറിയില്ല, അതിലൊന്നും പാട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സീറ്റും ശരിയല്ല കേട്ടോ, സീറ്റ് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്ന സീറ്റായിരുന്നു. ആകെ അസ്വസ്ഥതയായിരുന്നു. പിന്നെ വിൻഡോ സൈഡാണെങ്കിൽ ആകെ കയറി നിൽക്കുകയായിരുന്നു, ഒരു കാറ്റ് പോലും കിടക്കില്ലായിരുന്നു. അങ്ങനെ കുറേ പാടുപെട്ടു ഞാൻ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഇറങ്ങി. ചേച്ചി ബസ്സിൽ നിന്ന് കാല് തന്നില്ല, എങ്കിൽ ഞാൻ ലാസ്റ്റ് ഇറക്കിയിട്ട് സീറ്റ് എൻ്റെ അവിടെ നിന്ന് ഇനി ഞാൻ എൻ്റെ വണ്ടിയിലെത്തി. ഇനി നമുക്ക് വീട്ടിൽ പോകാം വേഗം. നമുക്ക് വീട്ടിൽ പോകാം. താക്കോൽ എടുക്കട്ടെ എൻ്റെ പൊന്നെ. എൻ്റെ ചെല്ലം വന്നപ്പം ഇല്ല, എൻ്റെ വീരപ്പൻ നോക്ക്, എൻ്റെ വീരപ്പൻ വന്നു. വീരപ്പൻ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ബൈ.